والصلاة والسلام على من لا نبي بعده. صحيح الترغيب والترهيب كتاب السنة إلى الحديث. وعن حذيفة رضي الله عنه قال: سأل رجل على عهد رسول الله صلى الله عليه وسلم فأمسك القوم. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഒരാൾ അയാളുടെ ചില ആവശ്യങ്ങൾക്കായിട്ട് സമ്പത്തോ അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് വന്നു. പക്ഷെ ആളുകൾ ആരും ആ വ്യക്തിക്കൊന്നും നൽകാൻ തയ്യാറായില്ല. ثم إن رجلا أعطاه. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ ഒരാൾ ആ വ്യക്തിക്ക് എന്തോ നൽകി. فأعطى القوم. ഇത് കണ്ടപ്പോൾ ബാക്കിയുള്ള ആളുകളും നൽകുകയുണ്ടായി. فقال رسول الله صلى الله عليه وسلم. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: من سن خيرا فاستن به كان له أجره ومثل أجور من تبعه. ആരെങ്കിലും നല്ലൊരു ഖൈറായിട്ടുള്ള ഒരു കാര്യത്തിന് ഒരു മാതൃക കാണിച്ചാൽ കാന ലഹു അജ്റുഹു, ആ പ്രവൃത്തി ചെയ്തതിന്റെ പ്രതിഫലം അവനുണ്ടാകും. വമിസ്ലു ഉജൂരി മൻ തബിഅഹു, ആ പ്രവൃത്തിയെ പിൻപറ്റിക്കൊണ്ട് ചെയ്യുന്ന ആളുകളുടെ പ്രതിഫലം അവനുണ്ടാകും. ഗൈറ മുൻതഖസിൻ മിൻ ഉജൂരിഹിം ഷൈഅ, ബാക്കിയുള്ളവരുടെ പ്രതിഫലം അവന് കിട്ടിയെന്നുള്ളത് കൊണ്ട് ബാക്കിയുള്ളവരുടെ പ്രതിഫലത്തിൽ ഒരു കുറവും വരില്ല. വമൻ സന്ന ശർറൻ ഫസ്തുന്ന ബിഹി, ആരെങ്കിലും ഒരു ഷർറായിട്ടുള്ള കാര്യത്തിനാണ് മാതൃക കാണിക്കുന്നതെങ്കിൽ അത് കണ്ടുകൊണ്ട് ആളുകൾ തുടർന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ കാന അലൈഹി വിസ്റുഹു, അത് ചെയ്തതിന്റെ കുറ്റം അവനുണ്ട്. വമിസ്ലു ഔസാരി മൻ തബിഅഹു, അവനെ മാതൃക കണ്ട് പിൻപറ്റി ചെയ്ത ആളുകളുടെയും ഉണ്ട്. ഗൈറ മുൻതഖസിൻ മിൻ ഔസാരിഹിം ഷൈഅ, ആ ആളുകളുടെ കുറ്റത്തിൽ ഒരു കുറവുമില്ലാതെ. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഹദീസിന്റെ അതേ ആശയത്തിലുള്ള ഹദീസുകളാണ് ഈ പറയുന്നത്. ഇതിൽ ഒരു നന്മയ്ക്ക് മാതൃക കാണിക്കുക എന്നുള്ളത്, അതാ നന്മ ചെയ്യുന്നു എന്നതിന്റെ പ്രതിഫലവും, അതുപോലെ തന്നെ ആ മാതൃക കാണിച്ച് ഒപ്പം ബാക്കിയുള്ള ആളുകൾ അത് കണ്ടിട്ട് ചെയ്യുന്നതിന്റെ പ്രതിഫലവും ഉണ്ടാവും. അതുപോലെ തന്നെ തിന്മയുടെയും അവസ്ഥ അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും നന്മകൾ ചെയ്യാൻ മാതൃക കാണിക്കുന്ന ആളുകളാകാൻ ശ്രദ്ധിക്കണം. അടുത്ത ഹദീസ് عن ابن مسعود رضي الله عنه أن النبي صلى الله عليه وسلم قال: ليس من نفس تقتل ظلما إلا كان على ابن آدم الأول كفل من دمها لأنه أول من سن القتل. ഒരാളുമില്ല ആക്രമിക്കപ്പെട്ടുകൊണ്ട് വധിക്കപ്പെടുകയാണ്. അഥവാ ഒരാളെ വധിക്കാൻ, ഒരു മുസ്ലിമായ ഒരാളെ വധിക്കണമെങ്കിൽ 3 കാരണങ്ങളാണ് ഉണ്ടാവുക. ഒന്ന്, അവൻ വേറൊരാളെ കൊന്നതിന് പകരമായിട്ട്, അല്ലെങ്കിൽ വിവാഹിതനായിട്ടുള്ള ഒരു വ്യഭിചാരി, അതല്ലെങ്കിൽ ദീനിൽ മുർത്തദ്ദായി പോയവൻ, അതല്ലാതെ ഒരു മുസ്ലിമിനെ വധിക്കാൻ പാടില്ല. അതിൽ ദുൽമായിക്കൊണ്ട് ഒരാൾ കൊല്ലപ്പെടുകയാണെങ്കിൽ, ഒരാൾ വധിക്കപ്പെടുകയാണെങ്കിൽ, ആരാണോ കൊന്നവൻ, കൊന്ന ആളുടെ പോലെ കുറ്റം ആർക്കുണ്ടാകും? ഇല്ലാ കാന അല ഇബ്നി ആദമിൽ അവ്വലി കിഫ്ലുൻ മിൻ ദമിഹാ ലിഅന്നഹു അവ്വലു മൻ സന്നൽ ഖത്ൽ. മനുഷ്യ വർഗത്തിൽ ആദ്യമായിട്ട് കൊല നടത്തിയത് ആദം നബി അലൈഹി ഇസ്ലാമിന്റെ മകനാണ്. ഒരു മകനെ കൊന്നത് ചരിത്രത്തിൽ അറിയാം. അപ്പൊ ഏതൊരാളെ കൊല്ലുമ്പോഴും അതിന്റെ ഒരു കുറ്റം ആ ആദം നബി അലൈഹി ഇസ്ലാമിന്റെ മകനിലേക്ക് എത്തുന്നുണ്ട്. അഥവാ അതാണ് തുടക്കം കുറിച്ചത് എന്നതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. അപ്പോ ഇന്ന് ഒരു നന്മ പ്രചരിപ്പിക്കാനും നന്മ ചെയ്യാനും എളുപ്പമാണ്, തിന്മ പ്രചരിപ്പിക്കാനും തിന്മ ചെയ്യാനും എളുപ്പമാണ്. അപ്പൊ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ കാരണം ആളുകളിലേക്ക് നന്മയാണോ അതോ തിന്മയാണോ എത്തുന്നത്, ആളുകൾ എന്തിനെ കുറിച്ചാണ് അറിയുന്നത് എന്ന് നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതേ ആശയത്തിലുള്ള വേറെ ഹദീസ് وعن واثلة بن الأسقع رضي الله عنه عن النبي صلى الله عليه وسلم قال: من سن سنة حسنة فله أجرها ما عمل بها في حياته وبعد مماته حتى تترك. ആരെങ്കിലും നല്ലൊരു കാര്യത്തിന് മാതൃക കാണിച്ചാൽ അവൻ ജീവിച്ചിരിക്കുന്ന കാലത്തിൽ അവൻ ചെയ്യുന്നു, ആളുകൾ ചെയ്യുന്നു, ആ പ്രതിഫലം കിട്ടും. ഇനി അവൻ മരണപ്പെട്ടാലും ആളുകൾ അവന്റെ മാതൃക കാണിച്ചുകൊണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രതിഫലം ഉണ്ടാവും, ആളുകൾ അത് ഒഴിവാക്കുന്നവരെ.
വമൻ സന്ന സുന്നതൻ സയ്യിഅതൻ ഫഅലൈഹി ഇസ്മുഹാ ഹത്താ തുത്റക്. ആരെങ്കിലും ഒരു തിന്മയെക്കാണ് മാതൃക കാണിച്ചിട്ടുള്ളെങ്കിൽ അത് ഒഴിവാക്കുന്നത് വരെ അവൻ അതിന്റെ കുറ്റമുണ്ടാകും. വമൻ മാത മുറാബിതൻ ജറാ അലൈഹി അമലുൽ മുറാബിത് ഹത്താ യുബ്അസ യൗമൽ ഖിയാമ. ആരെങ്കിലും ഒരാൾ മുസ്ലിമീങ്ങൾക്ക് ശത്രുക്കളിൽ നിന്ന് കാവലായി നിന്നുകൊണ്ട് ആ അവസ്ഥയിലാണ് മരിക്കുന്നത് എങ്കിൽ, ആ കാവൽ നിന്നതുകൊണ്ടുള്ള അവസ്ഥയിലാണ് മരിക്കുന്നത് എങ്കിൽ ഉയർത്തെഴുന്നേൽപ്പ് വരെ ആ കാവൽ നിൽക്കുന്നതിന്റെ പ്രതിഫലം അവന് ലഭിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ആദ്യത്തെ രണ്ട് കാര്യങ്ങൾ നമുക്കറിയാം, നന്മയുടെയും തിന്മയുടെയും അവസ്ഥയാണ്. അപ്പൊ നന്മ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മരണത്തിന് ശേഷവും ആളുകൾ ആ നന്മ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രതിഫലം നമുക്ക് ഉണ്ടായിരിക്കും. തിന്മക്ക് മാതൃകയാണെങ്കിൽ ആ തിന്മ ഒഴിവാക്കപ്പെടുന്നത് വരെ അതിന്റെ കുറ്റവും ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇസ്ലാമിക ലോകത്ത് മുസ്ലിമീങ്ങൾക്ക് കാവൽ നിൽക്കുന്നതിന്റെ ഫദ്ലാണ് പറയുന്നത്. ഒരാൾ ആ കാവൽ നിൽക്കുന്ന അവസ്ഥയിലാണ് വധിക്കപ്പെടുന്നത് എങ്കിൽ അവന് ഉയർത്തെഴുന്നേൽപ്പിന്റെ നാൾ വരെ ആ മുറാബിത്തായിട്ട് നിൽക്കുന്നതിന്റെ പ്രതിഫലം അവന് ഉണ്ടായിരിക്കും. عن سهل بن سعد رضي الله عنهما أن النبي صلى الله عليه وسلم قال إن هذا الخير خزائن. തീർച്ചയായിട്ടും ഖൈറുകൾ, നന്മകൾ എന്ന് പറഞ്ഞാൽ ഖജനാവുകളാണ്. വതിൽകൽ ഖസായിൻ മഫാതീഹു. ആ ഖജനാവുകൾക്ക് താക്കോലുകളുണ്ട്, അഥവാ ഖൈറിന്റെ ഖജനാവുകൾക്ക്. فطوبى لعبد جعله الله عز وجل مفتاحا للخير. ഒരടിമയ്ക്ക് അവന് ആശംസ, അവന് നല്ല ഉന്നതമായ പ്രതിഫലമുണ്ട്. അല്ലാഹു തആല അവനെ ഖൈറിന്റെ താക്കോലാക്കിയിട്ടുണ്ട്. മിഗ്ലാഖൻ ലിശ്ശർ, ഷർറിനെ പൂട്ടുന്ന ഇല്ലാതാക്കുന്ന ആളാക്കിയിട്ടുണ്ട്. വവൈലുൻ ലിഅബ്ദിൻ ജഅലഹു അല്ലാഹു മിഫ്താഹൻ ലിശ്ശർ. ഒരടിമയ്ക്ക് നാശം, അല്ലാഹു അവനെ ആക്കിയത് ഷർറിന്റെ താക്കോലാണ്. മിഗ്ലാഖൻ ലിൽ ഖൈർ, ഖൈറിനെ ഇല്ലാതാക്കുന്ന അടച്ചു കളയുന്ന ആളാക്കിയിട്ടാണ്. അതായത് മിഫ്താഹൻ ലിൽ ഖൈർ, നന്മയുടെ താക്കോലുകളാവുക, അഥവാ നന്മക്ക് മാതൃക കാണിക്കുന്ന, നന്മ ആളുകളിലേക്ക് എത്തിക്കുന്ന ആളുകളായി മാറുക. മിഗ്ലാഖൻ ലിശ്ശർ, ഷർറിനെ അടക്കുന്ന ആളുകൾ, അഥവാ തിന്മ വിരോധിക്കുന്ന, ആ തിന്മയെ കുറിച്ച് താക്കീത് ചെയ്യുന്ന ആളുകളായിട്ട് മാറുക. അല്ലാതെ ഇതിനെതിരായിട്ട് മാറുക എന്നുള്ളത് അപകടമാണ്. അപ്പൊ ഏതൊരു കാര്യത്തിനും നമ്മൾ ഏറ്റവും നല്ല മാതൃക കാണിക്കുന്ന ഒരു സമൂഹത്തിൽ ഒരു നന്മ നടക്കുന്നില്ല എങ്കിൽ ആ നന്മ ചെയ്യാൻ, അതിനൊരു തുടക്കക്കാരനാകാൻ നമുക്ക് സാധിച്ചാൽ നമ്മളെ കണ്ടുകൊണ്ട് ചെയ്യുന്ന അത്രയും പ്രതിഫലം നമുക്കുണ്ട് എന്ന് ഈ ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ പലതും ആളുകൾ വിട്ടുപോയിട്ടുള്ളതുണ്ട്, ആളുകൾക്ക് അറിയാത്തതുണ്ട്. ആ സുന്നത്തുകൾ പ്രാവർത്തികമാക്കുക എന്നുള്ളതും അതിനെ തുടർന്നുകൊണ്ട് ആളുകൾ ചെയ്യുന്നു എന്നുള്ളതെല്ലാം ഏറ്റവും ഖൈറായിട്ടുള്ള കാര്യമാണ്. നമ്മൾ മുമ്പേ സൂചിപ്പിച്ചതുപോലെ ചില ആളുകൾ ഈ ഹദീസുകളെ പുതുതായിട്ടൊരു കർമ്മം, ബിദ്അത്തുകൾ തുടങ്ങാൻ വേണ്ടി ഉദ്ധരിക്കാറുണ്ട്. അത് തികച്ചും അബദ്ധമാണ്. അതല്ല ഈ ഹദീസ് കൊണ്ട് ഉദ്ദേശം. നല്ല കർമ്മങ്ങൾ, അതിന് മാതൃകയാകലാണ് ഈ ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ കിതാബു സുന്നയിലെ ഹദീസുകൾ ഇവിടെ അവസാനിച്ചു. അടുത്ത കിതാബുൽ ഇൽമാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.